ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് calathea ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഒരു ആഷ് കലർന്ന ഒരു വെള്ള കളറ്, അതായത് ഒരു ചന്ദന കളറോട് അടുപ്പിച്ച് വരുന്നൊരു കളറാണ് അതിൻ്റെ ഒരു സൈഡിൽ ഫ്രണ്ട് വരുന്നത്. പുറകിൽ ഒരു ബ്രൗൺ കലർന്ന ഒരു ലൈറ്റ് ബ്രൗണുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ പൂവ് നല്ല ഭംഗിയുള്ള ഒരു പൂവാണ്, അതുകൊണ്ടില്ലേ. അപ്പോൾ ഇത് ശരിക്കും പൂവ് മാത്രമായിട്ട് കുറേയധികം എണ്ണം ചേർത്ത് നമ്മൾ വേസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഏത് ചെടിയിൽ പൂത്ത പൂവാണെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ നല്ല അത്ര ഭംഗിയുള്ള ഒരു പൂവാണ്. അപ്പോൾ ഇത് വളരെ സമയമെടുത്ത് വളരുന്നൊരു ചെടിയാണ്. കാരണം ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം 1.5 മാസം കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഈ ക്ഷീണവും വാട്ടം എല്ലാം തീർന്ന് ഒന്ന് ശരിയായി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിന് വിലയും ഉണ്ട് ഈ ചെടിക്ക്. അപ്പോൾ ഈ ചെടിയിൽ ഇതാണ്ടില്ലേ 3 ചെടി ഇരിപ്പുണ്ട്. ഇത് നമ്മൾ പിരിച്ചു കഴിഞ്ഞാൽ 3 കവറിൽ വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ആ ഒരു ഇതിൽ ഇരിക്കുകയാണ് ഈ കവറിൽ. അതുകൊണ്ടാണ് ഈ കവർ ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ചതല്ല. അപ്പോൾ ഇത് ഫ്ലവർ ചെയ്തപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്, ഫ്ലവറോടും കൂടി കാണിച്ചു തരുന്നതിലേക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ മറ്റുള്ള ചെടികൾ കട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഇതിനെ ഒന്ന് പിരിച്ച് നടാം. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പതിയെ ഈ കവറ് ചീത്തയായതുകൊണ്ട് ഈ കവറിനെ പതിയെ പൊളിച്ചെടുക്കുകയാണ്. മാത്രമല്ല മണ്ണ് ശകലം കട്ടി കൂടുതലാണ്, ചെളി ആയതുപോലെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കീറിയെടുക്കുകയാണ്. അപ്പോൾ അത് ഭംഗിയായിട്ട് നട്ട് കഴിഞ്ഞു. അപ്പോൾ അതങ്ങനെ 2 പ്ലാന്റായി. അപ്പോൾ ഇതിനെ നമ്മളിനി ഒരാഴ്ച തണലിൽ വയ്ക്കണം. വച്ച് വളരെ ഭംഗിയായിട്ട് വേര് പിടിച്ചു എന്നുള്ള ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ കുറച്ചുകൂടെ ഷെയ്ഡിൽ, അതായത് ഒരു 50% ഷെയ്ഡിൽ മാത്രമേ ഇത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.
നിങ്ങൾ അതിനുള്ള മറുപടി തരുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും നന്ദി.